ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. പരീക്ഷത്തിൻ്റെ രാജ്യഭാരം. നിർമ്മലരിന്ദ്രാത്മജ നന്ദനാത്മജൻ പിന്നെ ധർമ്മേണ ഭൂമണ്ഡലം രക്ഷിച്ചു വാഴുങ്കാലം ദിഗ്ജയത്തെ ചെയ്വതിനായിക്കൊണ്ട് സിംഹധ്വജ യുക്തമാം മഹാരഥത്തിന്മേൽ നടക്കുമ്പോൾ സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്തമി ശ്രമമായിരിപ്പോരു പാണ്ഡവചരിതങ്ങൾ. സത്തുക്കൾ നാനാദിശി നിന്നു ശ്രീകൃഷ്ണോദന്തമീ ശ്രമമായിരിപ്പോരു പാണ്ഡവചരിതങ്ങൾ സന്തതം പാടിയിടുന്നതു അന്തര കേട്ടു കേട്ട് സന്തോഷിച്ച് അനുഗ്രഹം ചെയ്തവനീശൻ സഞ്ചരിച്ചിടും നേരം പൂർവവാഹിനിയായോര് അഞ്ചിത സരസ്വതി തന്നെ തീരത്തിങ്കൽ ചെന്നു നിന്നളവു തൻ മുമ്പിലമ്മാറങ്ങു കാലൊന്നായി നിന്നോരു പശുവോടും ഗോവൃഷോത്തമൻ ചോദിച്ചാൻ. പല പല ദുഃഖ കാരണം പ്രതിപാദിച്ചാൻ ഭവാൻ. ചൊന്നതൊക്കെയുണ്ടിപ്പോൾ എൻ്റെ ശോകത്തിൻ മൂലമതിന് ഓർത്തോളമകതാരിൽ. ശ്രീകൃഷ്ണ വിയോഗത്തെ സഹിച്ചുകൂടായെന്നും ഖേദിച്ചീവണ്ണം പറഞ്ഞിടിന പശുവിനെ ബാധിപ്പാനടുത്തോര് ശൂദ്രാധിപതിയെയും. ഭൂപതിപ്രവരൻ കണ്ടതിനു നേരെ ചെന്നും ചാപത്തെ കുലച്ചു ചൊന്നാൻ. നീ നിൻ വേഷം കണ്ടാല് രാജത്വം തോതും കർമാരംഭം കണ്ടോളം. മനോവ്യാജത്വം ചേർന്ന ഹീനജാതിത്വത്തെയും തോന്നും. ശ്രീകൃഷ്ണാർജുനന്മാരാം ദിവ്യന്മാർ നിത്യം സർവശോകത്യാഗാർത്ഥം രക്ഷിച്ചിടിന രാജ്യത്തിങ്കൽ. ഞാനിപ്പോളൊരു നാഥൻ ബാലനെന്നിരിക്കിലും മാനിച്ചീവണ്ണം സാധുദേശത്തിനൊരുമ്പെട്ട് നിന്നെ കൊന്ന ധർമ്മത്തെ നീക്കുവാൻ മതിയെന്നും ചൊന്നവൻ. പിന്നെ പശുമിഥുനത്തോടു ചൊന്നാൻ. നിങ്ങളാരിരുവരും എന്തിനായിവനിങ്ങു വന്നുടനുപദ്രവിച്ചിടുവാൻ തുടങ്ങുന്നു. ചൊന്നാലും പരമാർത്ഥം എന്നോടു മടിയാതെ ദുർമതം ചെയ്യുവാനൊരുമ്പെട്ടു വന്നടുത്തവൻ. ദേവേന്ദ്രൻ ത്രിഭുവനാധീശനെന്നിരിക്കിലും തോൾവളയോടുകൂടെ ഛേദിപ്പൻ കരങ്ങൾ ഞാൻ. കേവലമേവം നരേന്ദ്രോത്തമൻ ചൊല്ലിയിടുന്ന ഗോവുകൾ കേട്ടു ഗോവൃഷോത്തമൻ ചൊന്നാനപ്പോൾ. എന്തെടോ ചൊല്ലിയിടുന്നതോരോരോ ജനങ്ങളാൽ എന്തെല്ലാം അധർമ്മങ്ങളുണ്ടിപ്പോൾ ചെയ്തിടുന്നു. സന്താപനിമിത്തങ്ങളെന്തവയെല്ലാം വേറെ സന്തതം ചൊല്ലിയിടുന്നതേറിയ ഗുണങ്ങൾക്ക്. കുന്തീനന്ദനന്മാർക്കുള്ള അഭിപ്രായങ്ങളെല്ലാം ചിന്തിച്ച വണ്ണം ലഭിച്ചു താൻ പിരിയാതെ. ബന്ധുവായിരുന്നോരു മാധവഭക്തന്മാർക്കും സന്തതിയായുണ്ടായ നിന്നുടെ വചനങ്ങൾ യോഗ്യമീവണ്ണം ചൊന്നതത്രയും ഉചിത സന്മാർക്ക സമ്മതമിതമെന്നെല്ലാം പ്രശംസിക്കും.
ഭാസ്കരാത്മജൻ ഭജോ മാർക്കം സമ്മാനം കേട്ട് കാൽക്ഷണം വിചാര്യ ഭൂപാലകൻ ചൊല്ലിടിനാൻ. ഞാനഹോ ഭവാന്മാരെ അറിഞ്ഞേ ദുഃഖത്തിനു മാനസേ നിമിത്തം എന്തെന്നതുമിവനേകൻ പാദജൻ ദോഷത്തിനു വന്നടുത്തവനെയും ഖേദങ്ങളൊഴിച്ചിനി രക്ഷിപ്പനെന്നീ വണ്ണം. വാളെടുത്തടുത്തതു കണ്ടതി വിദ്യ വീണു ചീളന്നു നമസ്കരിച്ചിടിനാൻ ശൂദ്രൻ താനും. അഞ്ജലി ഹസ്തത്തോടു നിന്നതു കണ്ടു പുനരഞ്ജസാ നരവരൻ മന്ദഹാസനന്തരം ചൊല്ലിനാൻ. ധനഞ്ജയൻ തന്നെ യശസ്സുകൊണ്ട് എല്ലാ ലോകവും പരിപാലിക്കും മമാദീനെ. നീയൊരു വിരോധിയുണ്ടാകയാൽ ഉപദ്രവമായി തീർന്നു. ശരണം പ്രാപിക്കയാൽ കൊല്ലുന്നീല. പോകണം മമ വിഷയത്തിങ്കൽ നിന്നു പുറത്ത് ആകണം എന്നിങ്ങനെ കേട്ടൊരു ശൂദ്രൻ താനും. ശോകം പൂണ്ടുര ചെയ്താൻ സാർവഭൗമനാപമാ. ശോകം പൂണ്ടുര ചെയ്താൻ സാർവഭൗമനാഭവാൻ. ആകെ ഇങ്ങടക്കി വാണിടുന്നു ഭൂമണ്ഡലം. പോയാലില്ലോരിടത്തും വസിപ്പാൻ എനിക്കു. നിർമായമായ മമസ്ഥാനം കൽപ്പിക്ക ദയാനിധേ. ഇത്തരമർത്ഥിച്ചോരു കലിതൻ നിവാസത്തിൽ ഉത്തമദ്രവൻ കൽപ്പിച്ചിടിന തൽസ്ഥാനങ്ങൾ. സന്തതം ചൂതുപോരുന്നെടുത്തു സുരാപാന അന്തമെന്നിയേ ചെയ്തിടുന്നു വങ്കലും പിന്നെയും. പന്തൊക്കു മുലമാർ പൂത്തുള്ളവരിലും രുക്മഭക്തികൾ തോറും സർവഹിംസാകാരാംഗങ്ങളും ചെന്നുടൻ അഞ്ചിടത്തും ഇരുപ്പാൻ നിയോഗിച്ചും. മന്നവൻ കലിതന്നെ മറ്റുള്ള ഇടങ്ങൾ തോറും നിന്നുടനാട്ടിക്കളഞ്ഞന്യകാമതധർമ്മം. തന്നെ പാദങ്ങളെ സന്ധിപ്പിച്ച അവനിയെ നന്നായി ആശ്വസിച്ചു രക്ഷിച്ചു പലകാലം. ചെന്നളവൊടുക്കും ശ്രീശുകനെ ഗുരുവാക്കി ബ്രഹ്മജ്ഞാനവും ഗ്രഹിച്ച മുനീന്ദ്രനാൽ ചെമ്മേ നിർമ്മലാനന്ദം പൂണ്ട് ഭഗവത് കഥകളും സംഘാതിദോഷങ്ങളെ തീർത്തുടൻ കേട്ടു ഗംഗാതീരത്തിങ്കേന്നു ദേഹത്യാഗവും ചെയ്തു. ബാക്കി ഭാഗം നാളെ.